എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ. അപ്പോൾ നമ്മൾ ത്രികോണങ്ങളെ കുറിച്ച് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ത്രികോണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം 3 വശങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതേപോലെ 3 ആംഗിളുകൾ, 3 കോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ അളവുകൾ ഞാൻ നോക്കിയേ, ഇതിന്റെ വശങ്ങളുടെ അളവുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ 6 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 8 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ 3 വശങ്ങളുടെ അളവുകൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ അടുത്തൊരു ട്രയാങ്കിൾ നോക്കിയേ, വേറൊരു ത്രികോണം. ഇവിടെ ഇതിന്റെ വശങ്ങൾ 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അപ്പോൾ ഈ 2 ത്രികോണങ്ങൾക്കും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ? എന്താണ് വ്യത്യാസം? ഇതിന്റെ 3 വശങ്ങളും എന്തായാലും വ്യത്യസ്ത അളവുകളാണ് അല്ലേ? അളവുകൾ തുല്യമല്ല. ഇവിടെയാണെങ്കിലോ ഈ 3 വശങ്ങൾക്കും ഒരേ അളവാണുള്ളത് അല്ലെ? ഒരേ നീളമാണുള്ളത്. ഇവിടെ 4 ആണെങ്കിൽ ഇതും 4, ഇതും 4. അപ്പൊ നമ്മൾ ഇതേപോലെ, അതായത് വശങ്ങളുടെ നീളം തുല്യമായ ത്രികോണങ്ങൾക്ക് ഒരു പേര് പറയും. എന്താണ് പേര് പറയുക? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് സമഭുജ ത്രികോണം. മലയാളത്തിൽ പറയും സമഭുജ ത്രികോണം. അപ്പൊ നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഓർമ്മ വേണം എന്താണ്? അതിന്റെ 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇനി നമുക്ക് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പൊ ആദ്യം അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു 7 സെന്റിമീറ്റർ വശത്തിന് നീളമുള്ള ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു വശം വരയ്ക്കണം അല്ലേ? അപ്പൊ നമുക്ക് 7 സെന്റിമീറ്ററിൽ ആദ്യം ഒരു വശം വരയ്ക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? കൃത്യമായി നോക്കിയാൽ 7 സെന്റിമീറ്ററിൽ നമ്മൾ ആദ്യം ഒരു സൈഡ് വരച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത സൈഡ് വരയ്ക്കണം അല്ലേ? ഇപ്പൊ നമുക്കറിയാം നാം വരയ്ക്കാൻ പോകുന്ന ത്രികോണം ഇതേ രൂപത്തിലായിരിക്കും അല്ലേ? ഇവിടെ 7 ആണെങ്കിൽ ഇത് 3ഉം 7 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞു. ഇനി എന്ത് വേണം? നമുക്ക് ഈ പോയിന്റ് കിട്ടണം. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് 7 ആയിരിക്കണം, ഇവിടെ നിന്നും 7 ആയിരിക്കണം അല്ലേ? അപ്പൊ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള പണി എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പസ് എടുക്കാം. അപ്പൊ എല്ലാവരും കോമ്പസ് എടുത്തിട്ട് കൃത്യമായിട്ട് കോമ്പസിൽ 7 സെന്റിമീറ്റർ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് 7 എടുത്തുകൊണ്ട് അതേ അളവ് തന്നെ എടുക്കുക, അതല്ലെങ്കിൽ സ്കെയിലിൽ എടുക്കുക, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു അല്ലെ? ഇനി നമുക്ക് ഇവിടെ കുത്തിയിട്ട് ആദ്യം എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. അതേപോലെ തന്നെ ഈ സൈഡിൽ ഈ അറ്റത്ത് കുത്തിയിട്ട് വീണ്ടും ഇതേ അളവിൽ, കോമ്പസിൽ അളവ് മാറ്റിയെടുത്ത് അതേ അളവിൽ നമ്മൾ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വരച്ചു അല്ലേ? ഇപ്പൊ നോക്കിയേ, നമ്മൾ രണ്ട് വരച്ച സർക്കിളും ഇവിടെ കൂട്ടിമുട്ടി അല്ലേ? കൂട്ടിമുട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും 7 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും 7 ആണ് അല്ലെ? അപ്പൊ ഈ പോയിന്റിൽ ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ട് എത്ര ആയിരിക്കും ദൂരം? 7 സെന്റിമീറ്റർ ആയിരിക്കും ദൂരം അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ട്രയാങ്കിൾ ത്രികോണം കിട്ടി. അപ്പൊ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ നോക്കിയേ, ഇത് തമ്മിൽ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു ത്രികോണം കിട്ടി അല്ലെ? ഇതാണ് നമുക്ക് വേണ്ട 7 സെന്റിമീറ്റർ വശത്തിന്റെ നീളം 7 സെന്റിമീറ്റർ ഉള്ള ഒരു സമഭുജ, അതായത് ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇവിടെ അടിയിലും ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അടി തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാലോ? അടി തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ അപ്പോഴും നമുക്കൊരു ത്രികോണം കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു ത്രികോണം മതി അല്ലെ? നമുക്ക് സാധാരണ ഒരു ത്രികോണം മതി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചു. അതല്ല 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഇങ്ങോട്ടും കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം നോക്കിയേ, നമുക്ക് ഇവിടെ ഈ സർക്കിൾ മൊത്തം വരയ്ക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ലല്ലേ? ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് മാത്രം വരച്ചാൽ മതി നമുക്ക്. അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ കുത്തിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഒരു സർക്കിൾ വരച്ചു അല്ലെ? 2 സർക്കിൾ, വലിയ സർക്കിൾ വരച്ചു. അതിന്റെ കാര്യം നമുക്കില്ല. നാം എന്ത് ചെയ്താൽ മതി? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നമുക്ക് കുറച്ച് മാത്രം വരയ്ക്കാം. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഇങ്ങനെ കോമ്പസ് കുത്തിയിട്ട് നമുക്കിവിടെ മുഴുവൻ സർക്കിൾ വരയ്ക്കാതെ നമുക്ക് ആവശ്യമില്ല ഇത്ര നീളത്തിൽ ഒരു ആർക്ക് വരച്ചാൽ മതി. കണ്ട, ഇത്ര നീളത്തിൽ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? ഇത്ര നീളത്തിൽ വരയ്ക്കുക.
നമുക്ക് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സർക്കിൾ മൊത്തം വരയ്ക്കണമെന്നില്ല. ദൈവടം മുതൽ ദൈവടം വരെയും വരച്ചു. അപ്പൊ നമുക്ക് ഇത്ര വരച്ചാൽ തന്നെ ഈ പോയിന്റ് കിട്ടി അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ത്രികോണം വരയ്ക്കാൻ വിചാരിക്കാം. അതായത് ഇപ്പം കൊണ്ട് നോക്കിയാൽ ഇതേ രൂപത്തിൽ ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു നമ്മളോട്. ഇതേ രൂപത്തിൽ, അതായത് ഇതിന്റെ അളവുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 3 സെന്റിമീറ്റർ, ഇതൊരു 4 സെന്റിമീറ്റർ, ഇതൊരു 6 സെന്റിമീറ്റർ. ഈ അളവിൽ അല്ല. അപ്പൊ ഇത് ഈക്വലായിട്ട് ട്രയാങ്കിൾ അല്ല അല്ലെ, അളവുകൾ വ്യത്യസ്തമാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് 3 സെന്റിമീറ്റർ ആദ്യം ഫസ്റ്റ് നമ്മൾ ഒരു സൈഡ് വരയ്ക്കാം. അപ്പൊ ഞാൻ അതേ സ്കെയിൽ എടുത്തിട്ട് കൃത്യമായിട്ട് ഇതേ 3 സെന്റിമീറ്ററിൽ ഇതേ വരച്ചു. മനസ്സിലായല്ലോ? ഈ ഒരു സൈഡ് വരച്ചു. ഇനി എന്ത് വേണം? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ അല്ലെ, ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ മൊത്തം ഇത് രണ്ടും 7 ആയതുകൊണ്ട് നമ്മൾ ആദ്യം 7 എടുത്ത് ഇങ്ങോട്ട് വരച്ചു, 7 എടുത്ത് ഇങ്ങോട്ട് വരച്ചു അല്ലെ. അതിന് പകരം നാം എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന് 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ സർക്കിൾ മൊത്തം വരയ്ക്കണോ? വേണ്ട, ഒരു ആർക്ക് മാത്രം ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ കൃത്യമായിട്ട് 4 സെന്റിമീറ്റർ മെഷർ ചെയ്ത് എടുത്തു അല്ലെ. മെഷർ ചെയ്ത് എടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? ഈ അറ്റത്ത് നിന്ന് അവിടെ ഞാൻ കോമ്പസ് കുത്താൻ പോണ്. അപ്പൊ ഞാൻ കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ഞാൻ പറഞ്ഞ സർക്കിൾ മൊത്തം വരയ്ക്കണ്ട അല്ലെ. നമുക്കൊരു ആർക്കിന് കുറച്ച് നീളത്തിൽ ഒരു ആർക്കിന് വരയ്ക്കാം. അത് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് 6 സെന്റിമീറ്റർ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ കോമ്പസിൽ കൃത്യമായിട്ട് 6 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിൽ വെച്ചു. ഇനി എന്ത് ചെയ്യാൻ പോണ്? നമ്മൾ വീണ്ടും ഇങ്ങനെ ആർക്ക് വരച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത് മൊത്തം സർക്കിൾ വരച്ചു അല്ലെ. അപ്പൊ സർക്കിൾ വരയ്ക്കേണ്ട കാര്യമില്ല. മൊത്തം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആർക്കിന് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടണം അല്ലെ. ഇപ്പൊ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയില്ലേ? ഈ പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടി. അപ്പൊ നമ്മൾ മൊത്തം വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക ആദ്യം. അപ്പൊ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്യാം? ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. കൃത്യമായി സ്കെയിൽ കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചു. ഇതേ കണ്ടില്ലേ? അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് 3 സൈഡുകളുടെ അളവ് തന്നു കഴിഞ്ഞാൽ ത്രികോണം വരയ്ക്കേണ്ട വിധം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഞാനൊരു ത്രികോണം വരച്ചിട്ടുണ്ട് അല്ലേ. അതിന്റെ വശങ്ങൾ നീളങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ കോണുകളിൽ ഏറ്റവും വലിയ കോൺ ഏതിൻ്റെ ആണ്? ഏറ്റവും വലിയ ആംഗിൾ ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും അല്ലേ. ഏതാണ് ഏറ്റവും വലിയ ആംഗിൾ? ഇതാണ് ഏറ്റവും വലിയ ആംഗിൾ അല്ലേ. ഓക്കെ. ഇനി ഇതിൽ ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണ്? അത് നമുക്ക് കണ്ടറിയാം അല്ലേ. ഇത് തമ്മിൽ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ ആംഗിൾ അല്ലേ. അത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ ആണ് ഇത്. ഇനി നമുക്ക് ഇവയുടെ വശങ്ങളൊന്ന് നോക്കിയേ. ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണ്? 9 അല്ലെ. ഏറ്റവും ചെറുതോ? 3. ഇതിന്റെ ഇടയിലുള്ള വശമാണ് 5 അല്ലെ. 9നും 3നും ഇടയിൽ 5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോണുകളും ഈ വശങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയേ. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ കോൺ എടുക്കാം. ഇതാണ് ഏറ്റവും വലിയ കോൺ അല്ലെ. ഈ കോൺ നോക്കിയാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്, നേരെ എതിരെ കിടക്കുന്ന വശം ഏതാണ്? ഇത് അല്ലെ. ഇതിന്റെ നേരെ എതിരെയുള്ള വശം ഇത്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ വശം അല്ലെ. അപ്പൊ ഏറ്റവും വലിയ വശത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഏറ്റവും വലിയ കോൺ. മനസ്സിലായല്ലോ? ഇനി ഇതാണ് ഏറ്റവും ചെറിയ കോണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം ഇതല്ലേ, സൈഡ്. അപ്പോൾ ഏറ്റവും ചെറിയ വശത്തിന് ഓപ്പോസിറ്റ് ആണ് ഏറ്റവും ചെറിയ കോൺ. ഇനി ഇത് നോക്കിയേ, 5 അല്ലെ. അപ്പൊ ഏറ്റവും ചെറുതല്ല ഏറ്റവും വലുതല്ല, ആ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? ഒരു ത്രികോണത്തിലെ ഏറ്റവും വലിയ നീളമുള്ള വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ കോൺ. ഏറ്റവും ചെറിയ വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും ഏറ്റവും ചെറിയ കോൺ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് വശങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് വലിയ കോണ് ഏതാണ് ചെറിയ കോൺ എന്ന് നമുക്ക് കോണിന്റെ അളവുകൾ തരാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അത് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. നമുക്കറിയാം ഈ ത്രികോണത്തിന്റെ 3 അളവുകൾ തന്നു കഴിഞ്ഞാൽ ത്രികോണം വരയ്ക്കാൻ നമുക്ക് പഠിച്ചു അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തു, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് അളവ് കിട്ടിക്കഴിഞ്ഞാൽ ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കൊരു അളവുകൾ തന്നു, ഒരു ത്രികോണത്തിന് അളവ് തന്നു 8 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, 8 സെന്റിമീറ്റർ, ഒരു 3 സെന്റിമീറ്റർ, ഒരു 5 സെന്റിമീറ്റർ. അപ്പൊ ഈ അളവിൽ നമ്മോടൊരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു.
അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 8 സെന്റിമീറ്റർ അല്ലെ ആദ്യത്തെ സൈഡ് നമ്മൾ വരയ്ക്കും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് വരച്ചു നോക്കാം. അപ്പൊ ഞാൻ നോക്കിയത് 8 സെന്റിമീറ്റർ ആദ്യത്തെ സൈഡ് ഞാൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം നമുക്ക്? 3 സെന്റിമീറ്റർ എടുത്തിട്ട് അല്ലെ 3 സെന്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും? നാം ഒരു ആർക്ക് വരയ്ക്കും അല്ലെ. അത് കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ ഒരു ആർക്ക് വരയ്ക്കും. അതല്ലെങ്കിൽ 5 ഇവിടെ നിന്ന് എടുക്കാം, 3 ഇവിടെ നിന്ന് എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തു, അതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ 3 സെന്റിമീറ്റർ ഇത് മെഷർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോണ്? 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഞാൻ ആർക്ക് വരയ്ക്കാൻ പോണു. ഇവിടെ വെച്ചു ആർക്ക് വരച്ചു. ഓക്കെ, ഇപ്പൊ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് മൊത്തം ഒരു സർക്കിൾ വരച്ചു നോക്കാം. സർക്കിൾ വരയ്ക്കുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ്, എങ്കിലും നമുക്ക് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഇനി എന്ത് വേണം നമുക്ക്? 5 സെന്റിമീറ്റർ എടുത്ത് ഇവിടുന്ന് സർക്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ ഇവ തമ്മിൽ കൂട്ടിമുട്ടണം. അപ്പൊ ഞാൻ കോമ്പസിൽ കൃത്യമായിട്ട് 5 സെന്റിമീറ്റർ എടുത്തു. ഇനി എന്ത് വേണം? നമുക്ക് 5 സെന്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് സർക്കിൾ വരച്ചു നോക്കാം. ആദ്യം സർക്കിൾ വരയ്ക്കാൻ പോണ്. സർക്കിൾ വരച്ചു. ഇത് 5 സെന്റിമീറ്റർ സർക്കിൾ വരച്ചു. ഓക്കെ, 5 സെന്റിമീറ്റർ നമ്മൾ സർക്കിൾ വരച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അല്ലെ. ഈ കറക്റ്റ് ഈ പോയിന്റിൽ തന്നെയാണ് കൂട്ടിമുട്ടത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. കാരണം എന്താ? ഇതിന്റെ ഈ ലൈനിൽ വെച്ച് തന്നെയാണ് ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരളവിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റണില്ല. ഇനി നമുക്ക് നോക്കിയേ, ഈ 5 സെന്റിമീറ്ററിന് പകരം 4 സെന്റിമീറ്റർ വരച്ചാലോ? അപ്പൊ എന്ത് പറ്റും? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഞാൻ കോമ്പസിൽ കൃത്യമായി 4 സെന്റിമീറ്റർ എടുത്തു. ഇനി എന്ത് ചെയ്തു? നമ്മൾ 4 സെന്റിമീറ്റർ ഇവിടെ വെച്ചിട്ട് ഞാൻ ആർക്ക് വരച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോഴും അവ തമ്മിൽ കൂട്ടിമുട്ടിയില്ല അല്ലെ. ഇതാണ് നമ്മൾ ആദ്യം വരച്ച വര 3 സെന്റിമീറ്ററിൽ. ഇത് ഇപ്പൊ വരച്ചത്. അവ തമ്മിൽ തീരെ മുട്ടുന്നില്ല. നേരത്തെ വരച്ചത് നമ്മൾ ഇവിടെ വെച്ച് മുട്ടിയായിരുന്നു അല്ലെ. ഇവ തമ്മിൽ തീരെ മുട്ടുന്നില്ല. അപ്പോഴും നമുക്ക് എന്ത് പറ്റുന്നില്ല? 4 സെന്റിമീറ്റർ വെച്ചിട്ടും ഇവിടെ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നില്ല. അതായത് ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ അളവിൽ ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. എന്താണ് കാരണം അതിന്റെ? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത്? കാരണം ഇവിടെ നോക്കിയാൽ നമ്മൾ ഏറ്റവും വലിയ വശം എടുക്കുക. ഏറ്റവും വലിയ വശത്തിൽ ഏതാണ്? 8 സെന്റിമീറ്റർ അല്ലെ. ഈ 3 എണ്ണത്തിൽ ഏറ്റവും വലുത് 8 ആണ്. ഇനി ബാക്കിയുള്ള 2 വശങ്ങളൊന്ന് കൂടി കൂട്ടി നോക്കിയാൽ 3ഉം 5ഉം 8 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 8 കിട്ടി. വലിയ വശവും 8. അതായത് ഈ 2 വശം കൂടി കൂട്ടിയപ്പോൾ ഈ വശത്തിന് തുല്യമാണ് അല്ലെ. അപ്പൊ എന്ത് പറ്റി? നമുക്കിവിടെ കൂട്ടിമുട്ടി. പക്ഷെ ഇവിടെ ഈ ലൈനിൽ തന്നെ കൂട്ടിമുട്ടത് കൊണ്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. ഇനി നമ്മളിവിടെ 4 കൊടുത്തപ്പോഴോ ഇതൊന്ന് കൂട്ടി വയ്ക്കുക. 3ഉം 4ഉം 7 അല്ലെ. 7 ഇവിടെ 8. അപ്പോഴും ഈ വലിയ വശത്തിനേക്കാൾ കുറവാണ് ഇത് കൂട്ടുമ്പോൾ അല്ലെ. അതുകൊണ്ട് ഇവർ തമ്മിൽ തീരെ കൂട്ടിമുട്ടിയില്ല. കണ്ടില്ല, തീരെ കൂട്ടിമുട്ടിയില്ല. ഇനി നമ്മൾ 4ന് പകരം 3 എടുത്താലോ സർക്കിൾ വീണ്ടും ചെറുതാവും അല്ലെ. അപ്പോഴും തീരെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് കാരണം? അപ്പൊ എപ്പോഴും ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ ഈ 3ാമത്തെ വശം, അതായത് ഏറ്റവും വലിയ വശം ഇല്ലേ, അതിന്റെ അളവ് നാം ഈ 2 ചെറിയ വശങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറുതായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഈ 2 ചെറിയ അളവുകൾ തമ്മിൽ കൂടി കൂട്ടാം. ആ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം ഏത്? ഈ 2ഉം കൂടി കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും 2 ചെറിയ വശങ്ങളുടെ നീളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? വലിയ വശത്തിനേക്കാൾ കൂടുതലായിരിക്കും ഒരു ത്രികോണത്തിൽ. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ 4, 5, 6 ഈ അളവിൽ വെച്ച് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഏറ്റവും വലിയ വശം ഏതാണ്? 6. അപ്പൊ അതിനെ മാറ്റി നിർത്താം. ബാക്കി 2 വശങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4ഉം 5ഉം 9 അല്ലെ. അപ്പൊ ഇതിനേക്കാൾ വലുതല്ലേ? ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റും. ഇനി നോക്കിയേ, 2, 7, 4 ഈ അളവിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ വശം ഏതാണ്? 7 അല്ലെ. അപ്പൊ അതിന് നമുക്ക് മാറ്റി നിർത്തി. ബാക്കി 2 വശങ്ങൾ കൂടി കൂട്ടുമ്പോൾ 4ഉം 2ഉം 6 അല്ലെ. അപ്പൊ ഇവിടെ 4ഉം 2ഉം 6 ഇവിടെ നോക്കിയാൽ ഇവിടെ 7 ഉണ്ട് അല്ലെ. അപ്പൊ ഏതാണ് വലുത്? ഈ വലിയ വശമാണ് വലുത് അല്ലെ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് കാരണം? ഇത് തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതാണ് കിട്ടുന്നത് അല്ലെ, ചെറിയ സംഖ്യയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 52 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ വശത്തിന്റെ നീളം ഏതൊക്കെയാവാം എന്നാണ് ചോദ്യം.
അപ്പൊ നമുക്കറിയാം ചെറിയ രണ്ട് വശങ്ങളുടെ നീളം കൂടി കൂട്ടിയാൽ ആ നീളം എത്രയായിരിക്കണം? വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുകയുള്ളൂ, അല്ലെ? അത് നമ്മൾ വളരെ വിശദമായി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ ഈ വശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഇത് രണ്ടാമത്തെ വശം, ഇത് മൂന്നാമത്തെ വശം. അങ്ങനെയാണെങ്കിൽ ഈ വശം ഏതൊക്കെ വരാം? ഇപ്പൊ നമ്മൾ 1 കൊടുത്തു വിചാരിക്കുക. 1 സെന്റിമീറ്റർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് ഏറ്റവും വലിയ വശം, അല്ലെ? അപ്പൊ ഇത് 1ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 1ഉം 5ഉം 6. രണ്ട് ചെറിയ വശങ്ങൾ കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 6 കിട്ടി. ഇത് 8 ആണ്, അല്ലെ? അപ്പൊ ഇതിനേക്കാൾ വലുതാണിത്. അങ്ങനെയാണെങ്കിൽ ഇത് വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 1 നമുക്ക് പറ്റില്ല. ഇനി 2 ഇട്ട് വയ്ക്കാലോ. ഇവിടെ 2ഉം ഇവിടെ 5ഉം, 5ഉം 2ഉം 7. ഇവിടെ എത്രയാണ്? 8, അല്ലെ? അപ്പോൾ ഇതാണ് വലുത്. അപ്പോഴും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നമ്മൾ 3 സെന്റിമീറ്റർ ആണെങ്കിലോ, 3ഉം 5ഉം 8, അല്ലെ? ഇവിടെയും 8. അപ്പൊ 2 ഈക്വലായി. അപ്പോഴും നമുക്കറിയാം നമുക്ക് വരയ്ക്കാൻ പറ്റില്ല എന്നല്ലേ? അത് നമ്മൾ വരച്ചു നോക്കിയതാണ് മുമ്പ്. അപ്പൊ ഇതും നമുക്ക് പറ്റില്ല. ഇനി 4 സെന്റിമീറ്റർ ആണെങ്കിലോ, 4ഉം 5ഉം 9, അല്ലെ? ഇവിടെ 8 ഉള്ളൂ. അപ്പൊ ഇതിനേക്കാൾ കൂടുതലായി ഇവിടെ, അല്ലെ? അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വരയ്ക്കാൻ പറ്റും. അപ്പൊ 4 നമുക്ക് പറ്റും. ഇനി 5 ആണെങ്കിലോ, 5ഉം 5ഉം 10, അല്ലെ? ഇതിനേക്കാൾ കൂടുതലായി. അപ്പൊ ഇതും നമുക്ക് പറ്റും. ഇനി 6 ആണെങ്കിലോ, 6ഉം 5ഉം 11, അല്ലെ? അപ്പൊ ഇതിനേക്കാൾ വലുതാണ്. അതും നമുക്ക് പറ്റും. ഇനി 7 ആണെങ്കിലോ, 7ഉം 5ഉം 12, അല്ലെ? ഇതിനേക്കാൾ വലുതായി. അതും നമുക്ക് പറ്റും. ഇനി 8 ആണെങ്കിലോ, 8ഉം 5ഉം 13, അല്ലെ? ഇതിനേക്കാൾ വലുതായി. അപ്പോഴും നമുക്ക് പറ്റും. ഇനി 9 ആണെങ്കിലോ, 9ഉം 5ഉം 14, ഇതിനേക്കാൾ വലുതായി, അല്ലെ? പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം നോക്കണം. ഇവിടെ 9 വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ സംഖ്യ, വലിയ വശം ഏതായി മാറി? 9 ആയി മാറി, അല്ലെ? പിന്നെ 8 അല്ല വലുത്. പിന്നെ വലിയ വശം 9 ആണ്. അപ്പൊ നമ്മൾ ബാക്കി ചെറിയ 2 വശങ്ങൾ ഇത് രണ്ടുമാണ്, അല്ലെ? അപ്പൊ 8ഉം 5ഉം 13, അല്ലെ? അപ്പൊ 13 9നേക്കാൾ വലുതാണ്, അല്ലെ? അപ്പോഴും നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനി വലിയ സംഖ്യ ഇതാണ്, വലിയ വശം ഇതായി മാറും. ഓക്കെ. ഇനി നമ്മൾ 10 കൊടുത്താലോ, 10, അല്ലെ? അപ്പൊ നോക്കിയാൽ വലിയ വശം 10 ആയി മാറി. അപ്പൊ 8ഉം 5ഉം 13, അല്ലെ? അപ്പൊ വലിയ വശം 10 ആണ്. അപ്പൊ 10നേക്കാൾ വലുതാണിത്, അല്ലെ? അപ്പൊ ഇതും നമുക്ക് പറ്റും. ഇനി നമ്മൾ 11 കൊടുത്താലോ, 11 കൊടുത്താലോ, 11 കൊടുത്താൽ 8ഉം 5ഉം 13, അല്ലെ? അപ്പൊ 11നേക്കാൾ വലുതാണ് 13. അപ്പൊ ഇതും നമുക്ക് പറ്റും. ഇനി 12 കൊടുത്താലോ, 8ഉം 5ഉം 13, ഇവിടെ 12 ആണ്, അല്ലെ? അപ്പൊ ഇതും നമുക്ക് പറ്റും. ഇവിടെ ആണ് കൂടുതൽ. ഇനി 13 കൊടുത്താലോ, 8ഉം 5ഉം 13, അല്ലെ? ഇവിടുത്തെ വലിയ വശവും 13. അപ്പൊ എന്ത് സംഭവിക്കും? രണ്ടും ഈക്വലായി. നമുക്കിനി ഇത് പറ്റില്ല, അല്ലെ? രണ്ടും തുല്യയില്ലേ? പറ്റില്ല. ഇനി 14 ആണെങ്കിലോ, ഇതിനേക്കാൾ വലുതായി, അല്ലെ? ഇത് തമ്മിൽ കൂടി കൂട്ടുന്നതിനേക്കാൾ വലുതായി 14. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും പറ്റില്ല. കാരണം എന്താ? എല്ലാതും ഈ വശം എന്തായി? വലുതായി വരികയാണ്, അല്ലെ? അപ്പൊ ഇനി ഇതൊന്നും പറ്റില്ല. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് പറ്റാം? 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത്രയും സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ, മൂന്നാമത്തെ വശമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഈ അളവ് വെച്ചിട്ട് നമുക്ക് ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിനെന്താണ് എളുപ്പപ്പണി? നമുക്ക് തന്നിട്ടുള്ള 2 വശങ്ങൾ, ഈ 2 വശങ്ങളാണ് തന്നിട്ടുള്ളത്, അവ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. ഇത് എളുപ്പപ്പണിയാണ്. 5 + 8 എത്ര കിട്ടും? നമുക്ക് 13 കിട്ടി, അല്ലെ? ഇനി വലുതിൽ നിന്ന് ചെറുത്, ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണാം. എത്ര കിട്ടും? 8ൽ നിന്ന് നമുക്ക് 5 കുറച്ച് എത്ര കിട്ടും? 8ൽ നിന്ന് 5 കുറച്ച് 3. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഇടയിൽ വരുന്ന സംഖ്യകൾ, ഇത് രണ്ടും ഉൾപ്പെടുത്തരുത്, ഇടയിൽ വരുന്ന സംഖ്യകൾ മാത്രം നോക്കാം. 3 കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10, 11, 12, അല്ലെ? അതിവിടേക്ക് 4, 5, 6, 7, 8, 9, 10, 11, 12. കണ്ടില്ലേ? അപ്പൊ ഇതിനിടയിലുള്ള സംഖ്യകളായിരിക്കും ഇത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിൽ കൂട്ടാം, ഇവ തമ്മിൽ കുറയ്ക്കാം. ആ സംഖ്യകൾക്കിടയിലുള്ള സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഉത്തരായി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെയും നമുക്ക് എന്താണ്? ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശം ഏതായിരിക്കും? അതിന്റെ നീളങ്ങൾ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഒരു വശം 1 സെന്റിമീറ്റർ, ഒരു വശം 99 സെന്റിമീറ്റർ, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ ചെറിയ 2 വശങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയ വശത്തിന്റെ നീളത്തിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിലേ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തെ വശം, ഇതാണ് മൂന്നാമത്തെ വശം വിചാരിക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ ഇവിടെ 1, ഇവിടെ 99. ഇവിടെ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ഒന്നും ഒന്നും 2 അല്ലേ? പക്ഷെ 99 കുറവാണ് ഇത് രണ്ടും അല്ലെ? 2 കിട്ടിയത്. ഇനി 2 കൊടുത്താലോ അപ്പോഴും 99 കുറവ്. ഇനി 3, 4, 5 അങ്ങനെ എത്ര കൊടുത്താലും എന്തായിരിക്കും? അതൊക്കെ 99 കുറവായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് അതൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഇത് 99 വളരെ വലിയ സംഖ്യയാണ് അല്ലെ? ഇനി 98 കൊടുത്താലോ? 98 കൊടുത്താൽ സംഭവിക്കും 98 കൊടുത്താൽ 98ഉം ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 99 അല്ലെ? പക്ഷെ എന്തായി? തുല്യായി കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ഇനി നമ്മൾ 99 കൊടുത്താലോ? 99 കൊടുത്താൽ 99ഉം ഒന്നും 100 അല്ലെ? അപ്പൊ 100 വരുമ്പോൾ ഇതിനേക്കാൾ വലിയ സംഖ്യയായി. അപ്പൊ നമുക്ക് 99 കൊടുത്തു കഴിഞ്ഞാൽ പറ്റും അല്ലെ? 99ഉം ഒന്നും 100. അപ്പൊ ഇതിനേക്കാൾ 99 കൂടുതലാണ് 100 അല്ലെ? അപ്പൊ അത് ഓക്കെ. ഇനി നമ്മൾ 100 കൊടുത്താൽ സംഭവിക്കും നോക്കിയേ. 100 കൊടുത്താലോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും 100ഉം ഒന്നും 101 അല്ലെ? അപ്പൊ 99 വലുതാണ് 101. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വേഗം ടിക്കിടും. വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ 100 കൊടുത്തു കഴിഞ്ഞാൽ വലിയ വശം ഏതായി മാറി? 99 അല്ല 100 മാറി. കണ്ട? അപ്പൊ ഇവിടെ നമ്മൾ 100 കൊടുത്തു കഴിഞ്ഞാൽ വലിയ വശം ഏതാണ്? പിന്നെ വലിയ വശം 100 അല്ലെ? അപ്പൊ ഇനി 2 ചെറിയ വശങ്ങൾ കൂടി കൂട്ടി നോക്കിയാൽ 1ഉം 99ഉം 100. അപ്പൊ ഇവിടെ 100. അപ്പൊ 2 ഈക്വൽ ആയില്ലേ? അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ആകെ ഏത് അളവ് കൊടുക്കണം? 99 കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. വേറെ ഏത് അളവ് കൊടുത്താലും. ഇനി 101 കൊടുത്താലോ? വലിയ വശം 101 അല്ലേ? അപ്പോഴും ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും വലുത് അല്ലെ? അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് എന്ത് കൊടുത്താലും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ആകെ നമുക്ക് ഏതാണ്? 99 കൊടുത്താൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്കത് എളുപ്പപ്പണിയിൽ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 2 സൈഡുകൾ 1ഉം 99 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 + 99 കൂട്ടി നോക്കാം. നമുക്ക് എത്ര കിട്ടി? 100 കിട്ടി അല്ലെ? ഇനി നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 99ൽ നിന്ന് കുറച്ചാലോ? 98 കിട്ടി അല്ലെ? അപ്പൊ നാം എന്താ പറഞ്ഞത്? ഇതിന്റെ ഇടയിലുള്ള സംഖ്യ അല്ലെ? ഇടയിൽ ഏതാ? 98നും 100നും ഇടയിലുള്ള സംഖ്യ ഒറ്റ സംഖ്യ വരെയുള്ളോ? ഏതാണ്? 99. മനസ്സിലായില്ലേ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇതിൽ ത്രികോണം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ, ഏത് അളവുകളിലൊക്കെ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം, ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ ചെറിയ 2 അളവുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വലിയ അളവിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം വലിയ വശം ഏതാണ്? 10 അല്ലെ? അപ്പൊ 10നെ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചു. ഇനി ചെറിയ 2 വശങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വശത്തേക്കാൾ കൂടുതലുണ്ടോ എന്ന് നോക്കാം. നോക്കിയേ, 6ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 അല്ലെ? ഇതിനേക്കാൾ കൂടുതലാണോ? അല്ല, 2 ഈക്വൽ ആണ് അല്ലെ? അത് കൊണ്ട് നമുക്കിത് വരയ്ക്കാൻ പറ്റില്ല. ഇനി അടുത്ത് നോക്കിയാൽ 3, 4, 5 ഇതാണ് വലിയ സംഖ്യ അല്ലെ? വലിയ വശം ഇതാണ്. ഇനി 2 ചെറിയ വശങ്ങൾ കൂടി കൂട്ടി നോക്കിയാൽ 4ഉം 3ഉം 7. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ വലുതാണ് അല്ലെ? 5നേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ 10ഉം 5ഉം 4ഉം ഏറ്റവും വലുത് 10. ഓക്കെ, ചെറുത് 2ഉം കൂടി കൂട്ടി നോക്കിയാൽ 5ഉം 4ഉം 9. കൂട്ടിയപ്പോൾ ഇതിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ഇതും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ 4ാമത്തെ ചോദ്യം നോക്കിയാൽ ഈ ഫിഗർ നമ്മൾ വരയ്ക്കണം അല്ലെ? അപ്പൊ എന്ത് വേണം? അതിൽ ആദ്യം നോക്കിയാൽ നടുവിൽ ഒരു സ്ക്വയർ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ നമുക്ക് 4 സെന്റിമീറ്റർ ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം. അതിനെന്ത് വേണം? ആദ്യം നമ്മൾ ഒരു സൈഡ് വരയ്ക്കുന്നു. അപ്പൊ അതെ 4 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു 90 ഡിഗ്രിയുടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതേ പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഈ അറ്റത്ത് വെച്ചു അല്ലെ? അറ്റത്ത് വെച്ച് 90 ഡിഗ്രിയുടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതേപോലെ ഈ അറ്റത്തും വെച്ചിട്ട് ഈ അറ്റത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? 90 ഡിഗ്രി ആയിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 90 ഡിഗ്രി കിട്ടൂല, സ്ക്വയർ എന്നുള്ള ഷേപ്പൊക്കെ മാറിപ്പോകും. ഇപ്പൊ നമുക്ക് ഈ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ നമുക്ക് എത്ര മതി? 4 സെന്റിമീറ്റർ പോരെ. അപ്പൊ നമുക്ക് സ്കെയില് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് 4 സെന്റിമീറ്ററിൽ നമ്മൾ വരച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള മായ്ച്ച് കളയാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൃത്യമായിട്ട് 1, 2, 3, 4 കണ്ട ആ പോയിന്റിൽ തന്നെ വെക്കാം. എന്നിട്ട് 4 സെന്റിമീറ്റർ ലൈൻ വരച്ചു. അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഇവിടെ എണ്ണി നോക്കാം. 1, 2, 3, 4 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഈ 2 പോയിന്റ് കിട്ടിയാലോ? ഇനി നമുക്ക് അവ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമ്മളുടെ സ്ക്വയർ കിട്ടി.
ഇനി നമ്മൾ നേരത്തെ ത്രികോണം വരച്ച പോലെ ആ സൈഡ് കണ്ടില്ല എത്രയാണ് 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 6 സെന്റിമീറ്റർ ഇങ്ങോട്ടും 6 ഇങ്ങോട്ടും 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം, ഇവിടെ നിന്നും ഒരു ആർക്ക് വരയ്ക്കാം. അതേപോലെ 4 സൈഡിൽ അങ്ങനെ ചെയ്യാം. അതേ കോമ്പസിൽ കൃത്യമായിട്ട് 6 സെന്റിമീറ്റർ ഇതേ എടുത്തു, മെഷർ ചെയ്തു. ഇനി എന്ത് വേണം? നമുക്ക് ഓരോ ആർക്കുകൾ അല്ലെ ഇവിടെ കുത്തിയിട്ട് ഇതേ ആദ്യം ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഈ അറ്റത്ത് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, അതേപോലെ എല്ലാ സൈഡിലും അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് 4 പോയിന്റുകൾ കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ആദ്യം കൂട്ടി യോജിപ്പിച്ച പോലെ എല്ലാം കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ ഇവിടെ പെൻസിൽ കൊണ്ട് ആണ് വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഈ ആർക്കുകളൊക്കെ മായ്ച്ചു കളയാം, എന്നാലും നമ്മുടെ ഫിഗർ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ആർക്കുകളൊക്കെ മായ്ച്ചു കളയാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ കൂട്ടി യോജിപ്പിക്കുന്നു. അതേപോലെ എന്ത് ചെയ്യാം? ബാക്കി എല്ലാം അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പൊ നോക്കിയേ, 4 തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലേ? ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ ഫിഗറിലുള്ള പോലെ തന്നെ പച്ച കൊടുക്കണം. ഇതിനൊക്കെ ഇപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുക, ഇതിന് റെഡ് കളർ കൊടുക്കുക, ബാക്കി ഈ സൈഡിന് എന്ത് ചെയ്യുക? ഒരു യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫിഗറായി. മനസ്സിലായല്ലോ? ഇനി അതേപോലുള്ള ഫിഗറാണ് അടുത്തതും അല്ലേ? അതെന്ത് ചെയ്യണം? നമ്മളിപ്പോ ഇതിന് ആദ്യം നോക്കിയാൽ ബേസ് 12 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം 12 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. അതെ, കറക്റ്റ് 12 സെന്റിമീറ്ററിൽ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം നമുക്ക്? ഇനി നോക്കിയേ, ഇവിടെ നിന്ന് 8 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് 10 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് കോമ്പസിൽ 8 സെന്റിമീറ്റർ ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക, പിന്നെ ഇവിടെ നിന്ന് 10 സെന്റിമീറ്റർ അടുത്തൊരു ആർക്ക് വരയ്ക്കുക. അതെ, കറക്റ്റ് ആയിട്ട് 8 സെന്റിമീറ്റർ മെഷർ ചെയ്തു. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കോമ്പസിൽ കൃത്യമായിട്ട് 10 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കുത്തിയിട്ട് അടുത്ത ആർക്ക് വരച്ചു. അപ്പൊ നമുക്ക് ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവ തമ്മിൽ ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ അവ തമ്മിൽ യോജിപ്പിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എത്ര എടുത്തു? ഇവിടെ 12 സെന്റിമീറ്റർ എടുത്തു, ഇവിടെ നമ്മൾ 8 സെന്റിമീറ്റർ എടുത്തു, ഇവിടെ നമ്മൾ 10 സെന്റിമീറ്റർ എടുത്തു അല്ലേ? ഓക്കെ, ഇനി എന്താണ് സംഭവം? ഇനി നമുക്ക് ഇവിടെ ഒരു ലൈൻ വരണ്ട അല്ലേ? അതിന് നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 6 സെന്റിമീറ്റർ നോക്കിയാൽ അവിടെ ശ്രദ്ധിക്കുക, ഇതിന് പാരലായിട്ട് വരയ്ക്കണം. വെറുതെ വരച്ചാൽ വര വളഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന് പാരലായിട്ട് വരയ്ക്കണം. അപ്പൊ നമ്മൾ പാരലായിട്ട് എങ്ങനെ വരയ്ക്കാം? അപ്പൊ എല്ലാവരും സെറ്റ് സ്ക്വയർ ഒന്ന് എടുക്കാം. അപ്പൊ നമ്മൾ നോക്കിയാൽ ഇതിന് പാരൽ ലൈനാണ് വരയ്ക്കണം അല്ലേ? ഇതിന് പാരലായിട്ട് ഇതേ ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം സെറ്റ് സ്ക്വയറിനെ കണ്ടാം, ഈ പെർപെൻഡിക്കുലർ ഈ സൈഡുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ വെക്കുക, കൃത്യമായിട്ട് ഇവിടെ വെക്കുക. കണ്ടില്ലേ? കൃത്യമായിട്ട് വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ അമർത്തി പിടിക്കാം. എന്നിട്ട് നമ്മുടെ സ്കെയിൽ എന്ത് ചെയ്യാം? സ്കെയിൽ ഇതിനോട് ചേർത്തി കണ്ട, ഇവിടെ കണ്ടല്ലോ, ഇതിനോട് ചേർത്തി വെക്കാം, മുട്ടിച്ച് വെക്കാം. നീങ്ങരുത്, കണ്ട നോക്കി നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ ഇവരമ്മില്? ഓക്കെ, ഇനി നമുക്ക് സ്കെയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇതിനെ മാത്രം ഇങ്ങനെ നീക്കി കൊടുക്കാണ്ട, നീങ്ങി പോകണ്ടില്ലേ? ഓക്കെ, അങ്ങനെ നീങ്ങി നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടത്? നമുക്ക് ഇവിടെയാണ് വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ പോയിന്റ് കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്താം. അവിടെ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരു തൽക്കാലം ഒരു പെൻസിൽ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നീളം അവിടെ നിന്ന് അളന്നിർത്താൻ മതി. അപ്പൊ ഞാൻ തൽക്കാലം പെൻസിൽ കൊണ്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ വരച്ചു. ഇനി ഇതിന്റെ നീളം എത്ര മതി? നമുക്ക് 6 സെന്റിമീറ്റർ മതി അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് കൃത്യമായിട്ട് 3 ഇങ്ങോട്ട് കൊടുക്കാം, 3 ഇങ്ങോട്ട് എടുത്തിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ വരയ്ക്കാം. അപ്പൊ 1, 2, 3. അപ്പൊ ഇവിടെ മുതൽ ഇങ്ങോട്ട് വരച്ചു. ഇനി ഇവിടെ 3. അപ്പൊ ഇങ്ങോട്ടും വരച്ചു. അത് നമുക്ക് കൃത്യമായിട്ട് 3 എടുത്തു. അപ്പൊ പെൻസിൽ കൊണ്ട് വരച്ചത് ബാക്കിയൊക്കെ നമ്മൾ ആർക്കൊക്കെ മായ്ച്ചു കളയണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ 6 സെന്റിമീറ്റർ ആണിത്. 6 സെന്റിമീറ്ററാണ് നമ്മൾ ഇത് വരച്ചത്. ഇനി എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തു ആദ്യം, എന്നിട്ട് 4 സെന്റിമീറ്റർ ഇവിടെ ആർക്ക് വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി നമുക്ക് 5 സെന്റിമീറ്ററിൽ ഇവിടെ നിന്ന് ആർക്ക് വരയ്ക്കാം. കോമ്പസിൽ 5 സെന്റിമീറ്റർ ഇട്ട് ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ ആർക്ക് വരച്ചു. ഓക്കെ, ഇനി ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ നമ്മളിവിടെ കൂട്ടി യോജിപ്പിച്ചല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ നീളം നമുക്ക് 4 സെന്റിമീറ്റർ എടുത്തു, ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ എടുത്തു അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്ത പോലെ അതേപോലെ ഒരു ലൈൻ ഇവിടെ വരയ്ക്കണം അല്ലേ? അതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ 12 ആയിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ പകുതി അല്ലേ ഇവിടെ എടുത്തത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വരി ഇതിന്റെ പകുതി എടുക്കാം. അപ്പൊ എത്രയായിരിക്കും? 3. അപ്പൊ നമുക്കിവിടെ 6ന്റെ പകുതി 3 അല്ലേ? അപ്പൊ നമുക്ക് 3 സെന്റിമീറ്റർ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇതിന് പാരലാണ് വരയ്ക്കാൻ പോണത്. അപ്പൊ അതിന് കൃത്യമായിട്ട് വെച്ചു. അതിൽ കൃത്യമായിട്ട് ഇതിനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനെ നീക്കി കൊടുത്തു. കണ്ടില്ലേ? ഇതിങ്ങനെ നീക്കി കൊടുത്തു. എന്നിട്ട് ആ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വേണം? അപ്പൊ നിങ്ങൾ പെൻസിൽ വരച്ചിട്ട് പിന്നെ രണ്ടാമത് സ്കെച്ച് ഉപയോഗിച്ച് വരച്ചാൽ മതി. അപ്പൊ ഇവിടുന്ന് കൃത്യമായിട്ട് 1.5, പിന്നെ ഇവിടുന്ന് 1.5 അല്ലേ?
അപ്പോൾ അതേ അളവിൽ തന്നെ വരയ്ക്കണം, തെറ്റരുത്. ഞാനിപ്പോൾ നേർക്ക് നേരെ വരയ്ക്കണേ, ഞാൻ കൃത്യമായിട്ട് 1.5 എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 എടുത്തു. അപ്പോൾ ഇത് വരച്ചല്ലേ. ഇനി നോക്കിയാൽ നമുക്കിവിടെ ഇതിന്റെ മുകളിൽ ഇതേപോലെ തന്നെ വരുന്നുണ്ട്, പക്ഷെ അതിന്റെ അളവ് നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയാൽ ഇവിടെ 8 ആയിരുന്നു, അതിന്റെ പകുതിന് 4. ഇവിടെ 10 ആയിരുന്നു, അതിന്റെ പകുതിന് 5. അങ്ങനെയാണ് നമുക്ക് അടുത്ത് എന്ത് എടുക്കേണ്ടി വരും, ഇതിന്റെ പകുതി എടുക്കുക. 4ന്റെ പകുതി എത്രയാണ്, 2 എടുക്കുക. ഇവിടെ 5ന്റെ പകുതി 2.5 കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം. ഇവിടെ 5 സെന്റിമീറ്ററിന് പകുതി എത്രയാണ്, 2.5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ 2 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് അതിനുശേഷം ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. ഇനി എന്ത് വേണം, 2.5 സെന്റിമീറ്റർ എടുത്ത് എന്നിട്ട് ഇവിടുന്ന് ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ 2 എടുക്കാൻ കാരണം മനസ്സിലായില്ലേ, ഇതിന്റെ പകുതിയാണ് ഇവിടെ, ഇതിന്റെ പകുതിയാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ഇവിടെ വരച്ചു, ഇതിന്റെ പകുതി ഇവിടെ എടുത്തു. ഇനി ഈ പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലേ. ഇപ്പൊ നമ്മൾ ഫിഗറായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റും ഈ പോയിന്റും കൂട്ടി ഇങ്ങനെ യോജിപ്പിക്കുക. അതേപോലെ ഈ 3 കോർണറും കൂട്ടി ഇങ്ങനെ യോജിപ്പിക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മളൊക്കെ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇവിടെ നിന്ന് യോജിപ്പിച്ച് വയ്ക്കുക. കൃത്യമായിട്ട് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. കണ്ട, ഇതാണ് നമ്മുടെ ഫിഗർ. പക്ഷെ ഇതിനെന്താ ഭംഗിയില്ലാത്തത്, നമ്മൾ ആർക്കുകൾ എടുക്കണം കൂടെ അല്ലേ. അപ്പോൾ ആ ആർക്കുകളൊക്കെ മാച്ച് കളയണം, നിങ്ങൾ അതൊക്കെ മാച്ച് കളയണം. എന്നിട്ട് നമ്മൾ സ്കെച്ച് പെൻസ് ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയിൽ വരച്ച് നല്ല കളറൊക്കെ കൊടുക്കുക, ചിത്രത്തിലുള്ള പോലെ തന്നെ കളറൊക്കെ കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം.